ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ജിനി ദോശ. അപ്പം ജിനി ദോശയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ സാധാരണ ദോശയുടെ മാവുണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ ആ മാവാണെങ്കിലും അതിനെ എങ്ങനെ നമ്മൾ ജിനി ദോശയാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ജിനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങളൊക്കെ തന്നെയാണ്. സവാള കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ക്യാബേജ്, ക്യാപ്സിക്കം, മല്ലിയില, അങ്ങനെ ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ എത്ര ദോശയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ദോശയിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ ഞാൻ എത്ര സ്പൂണാണ് ചേർക്കുന്നതെന്നൊക്കെ. സാധാരണ നമ്മളുടെ ദോശയുടെ മാവ് ഞാൻ എടുത്തിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഫ്ലെയിം ഓണാക്കി ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് തിന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ദോശമാവ് ഒഴിച്ചപ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ആയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സവാള കട്ട് ചെയ്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ക്യാബേജ്, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ്. ഇപ്പോൾ ഇത് 1/2 ടേബിൾ സ്പൂണിൻ്റെ സ്പൂണായിരുന്നു, അതുകൊണ്ട് കേട്ടോ ഞാൻ 2 പ്രാവശ്യം ഇട്ടത്. ഈ ഷെസ്വാൻ സോസ് നമ്മളുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷെസ്വാൻ സോസാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷെസ്വാൻ സോസ്. ഇനി ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ, 2 ടീസ്പൂണാണ് ചെറിയ സ്പൂണ്. എന്നിട്ട് റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ, പാവ് ബജി മസാല 1/2 ടീസ്പൂൺ, സാൾട്ട് 1/4 ടീസ്പൂൺ, പിന്നെ പനീർ കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ, 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ കാണും. ഇനി ഇതെല്ലാം കൂടി ചട്ടുകോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ദോശയുടെ മുകളിൽ മൊത്തത്തിലാക്കണം. ഇതിനകത്ത് 1/4 ടീസ്പൂൺ ചാറ്റ് മസാല വേണമെങ്കിലും ചേർക്കാം കേട്ടോ, ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. എന്നും സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനെക്കാട്ടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു സന്തോഷവും, പിന്നെ ഇത്രയും വെജിറ്റബിൾസും അതേപോലെ തന്നെ പനീറും ഒക്കെ നമ്മുടെ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ദോശ ഇങ്ങനെ 3-4 ഭാഗമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് റോൾ ചെയ്തിട്ടെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും കട്ട് ചെയ്യണില്ല കേട്ടോ, കാര്യം ഇതെൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ തവയായതുകൊണ്ടാണ്. ഞാൻ വേറൊരെണ്ണം അങ്ങനെ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്നും ആയില്ല കേട്ടോ, അതിന് മുന്നേ തന്നെയാണ്. 1 മിനിറ്റ് ഒന്നും വെക്കണ്ട. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതല്ല ചെഡാർ ചീസ് ആയാലും മതി. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. അത് നമുക്കും ആവശ്യമുള്ള അത്രയും ഒരു 2 ടേബിൾ സ്പൂണൊക്കെ അത്രയൊക്കെ ഒരളവിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇത് മെൽറ്റ് ആയിട്ടുണ്ട്, ഇനി നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കാം. ഈ ദോശ കഴിക്കാനായിട്ട് കറിയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജിനി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ? ടേസ്റ്റ് ആണെങ്കിൽ വളരെ കിടുവാണ് കേട്ടോ. നോൺ സ്റ്റിക്ക് അല്ലാതെ ഇരുമ്പിൻ്റെ ഒരു ദോശ തവയിൽ ഞാൻ സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പിസ്സ കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ആക്ച്വലി ഇങ്ങനെയാണ് ജിനി ദോശ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മളുടെ അത് നോൺ സ്റ്റിക്കിൻ്റെ തവയായതുകൊണ്ടാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പിൻ്റെ ഒരു തവയിൽ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചീസ് മെൽറ്റായിട്ട് വന്നപ്പം ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാം. റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെയാണ് കേട്ടോ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ കുറച്ച് ചട്നിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചീസാണെന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടേക്കുന്നത്. അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഇതാണ് നമ്മളുടെ ജിനി ദോശ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതിന് ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.